നമസ്കാരം ജോസേട്ടാ. നമസ്കാരം. ജോസേട്ടാ, സ്ട്രൈറ്റ് ടു ദ പോയിന്റ്. നമുക്ക് ഓഡിയൻസിന് എന്തോരം ഹൈവേയിൽ കാശുണ്ടാക്കാം, എന്തോരം ഓയിൽ ഫീൽഡിൽ ക്യാഷ് ഉണ്ടാക്കാം എന്നാണ് നമ്മൾ ഇന്ന് ചോദിക്കാൻ പോകുന്നത്. ഓക്കെ. ഓയിൽ ഫീൽഡ് എങ്ങനെ നല്ല കാശ് ഉണ്ടാക്കാൻ പറ്റുമോ? നമുക്ക് ലോങ് ഹോൾ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഓയിൽ ഫീൽഡ് നമുക്ക് കൂടുതൽ കാശ് ഉണ്ടാക്കാൻ പറ്റും. ഏകദേശം നമ്മൾ ലോങ് ഹോൾ ഓടുന്നതിന്റെ ഒരു ഡബിൾ ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ. ഈ ഹൈവേയിലോട് കഴിയുമ്പം നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നു ഈ ലോങ് അവേഴ്സ് വീട്ടിൽ നിന്ന് മാറിയിരിക്കുമ്പോൾ? എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ 2 കൊല്ലം ലോങ് ഓയിൽ ഫീൽഡ് വർക്ക് ചെയ്തിട്ട് തിരിച്ച് ലോങ് ഹോൾ പോയതാണ്. അപ്പൊ എനിക്ക് US-ലാണ് ഞാൻ പോകുന്ന US റൺ ആണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് കൂടുതൽ സ്റ്റേറ്റ് ഒക്കെ കണ്ട് എനിക്ക് യാത്രയോട് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ആ ഒരു ആഗ്രഹപ്പുറത്താണ് ലോങ് ഹോള് എൻജോയ് ചെയ്തിട്ട് അങ്ങോട്ട് പോയല്ലേ? ഈ ഫിസിക്കലി ഡിമാൻഡിങ് ആണ് ഓയിൽ ഫീൽഡ് ജോബുകൾ. ഏതാണ് കൂടുതൽ ഇഷ്ടം? ഫിസിക്കലി ഡിമാൻഡിങ് ജോബ് പ്ലസ് ഡ്രൈവിംഗ് ആണോ, അതെയോ ഡ്രൈവിംഗ് മാത്രമാണോ ഇഷ്ടം? എനിക്ക് ഡ്രൈവിംഗ് മാത്രമായിട്ടുള്ളതാണ് എനിക്കിഷ്ടം. ഇച്ചിരി മടിയുണ്ടോ? മടിയുണ്ടോന്ന് ചോദിച്ചാൽ മടിയുണ്ട്. ഓക്കെ. പക്ഷേ നമുക്ക് ഓയിൽ ഫീൽഡിൽ എനിക്ക് വർക്ക് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഒന്ന് അറിയണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ഒരു ആഗ്രഹത്തിന് പുറത്ത് ഞാനിവിടെ വന്നു. അപ്പൊ ഒരു കൊല്ലം ഓടണമെന്നായിരുന്നു. 1 കൊല്ലം 6 മാസമെങ്കിലും ഒന്ന് ഓടിയിട്ട് തിരിച്ച് ലോങ് ഹോൾ തന്നെ പോകാനായിരുന്നു ആഗ്രഹം. അപ്പം 2 കൊല്ലം ഏകദേശം അടുത്ത് നിന്നു. ഓയിൽ ഫീൽഡില് കൂടുതലും വെള്ളക്കാരുടെ ഇടയിലാണല്ലോ പണിയെടുക്കുന്നത്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? അതിനെപ്പറ്റി പറയുവാണെങ്കിൽ നമുക്ക് പുറം രാജ്യങ്ങളിൽ നമുക്ക് വരുമ്പം നമുക്ക് സ്ഥിരമായിട്ട് വെള്ളക്കാരിൽ നിന്ന് അനുഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. അത് ഏത് ഫീൽഡിലാണേലും ഉണ്ടാവും. ആ ഒരു ബുദ്ധിമുട്ട് ഓയിൽ ഫീൽഡിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ. ഓയിൽ ഫീൽഡ് ഡ്രൈവിംഗ് ഇല്ല എങ്കിൽ ഓയിൽ ഫീൽഡ് വർക്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫാക്ടർ എന്താണ്? എനിക്ക് ഡ്രൈവിംഗ് തന്നെയാണ്. ആണല്ലേ? എനിക്ക് ഡ്രൈവിംഗ് തന്നെയാണ് തോന്നിയത്. ഇങ്ങനെ ഈ പനങ്കുന്ന് പോലെ ഇരിക്കുന്ന കുന്ന് കയറി പോകുമ്പോൾ ഒരു പ്രത്യേക രസം തോന്നുമോ? മഴയില്ലാത്തപ്പോഴും മഞ്ഞില്ലാത്തപ്പോഴും നമുക്കൊരു എളുപ്പം തോന്നും. അല്ലെങ്കിൽ നമുക്ക് ഓരോ കയറ്റത്തിലും ചെയിൻ ഇടണം, അത് ഊരണം, പിന്നെ ഒരു അടുത്ത കയറ്റം വരുമ്പോഴത്തേക്കും പിന്നെ ഇടണം. അങ്ങനെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട്. അതേസമയം ലോങ് ഹോൾ പോകുമ്പോൾ നമുക്ക് ഇപ്പം ഹൈവേ ഫ്രോസൺ ആണെങ്കിൽ നമുക്ക് ചെയിൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുറെ നേരത്തേക്ക് നമുക്ക് ആ ചെയിൻ വെച്ചോണ്ട് പോകാം. പക്ഷെ ഇവിടെ തിരിച്ചാണ്. നമുക്ക് ഓരോ റോഡിലും ചില റോഡുകളിൽ ഓഫ് റോഡിങ്ങിൽ നമുക്ക് ചെയിൻ പാടില്ല എന്നുണ്ട്, ചില ഓഫ് റോഡിങ് നിർബന്ധമായിട്ട് വേണമെന്നുണ്ട്. അപ്പം നമ്മൾ ഒരു ഏകദേശം നമ്മൾ ഒരു റണ്ണിൽ തന്നെ വിന്റർ സമയത്ത് ഒരു മിനിമം ഒരു 4-5 തവണ ചെയിൻ ഇടുക വേണ്ടി വരും. മാനസിക സംഘർഷം ഓയിൽ ഫീൽഡിലാണോ കൂടുതൽ, അതെയോ ഹൈവേയിലാണോ കൂടുതൽ? അത് എനിക്ക് ബുദ്ധിമുട്ട് ഓയിൽ ഫീൽഡിൽ തന്നെയാണ്. നമുക്ക് കാലാവസ്ഥയും അതുപോലെ ഇച്ചിരി കൂടെ ഡേഞ്ചറസ് ആണ്. എന്റെ ഒരു അഭിപ്രായത്തിൽ പറയുവാണെങ്കിൽ നമുക്ക് ഓഫ് റോഡിങ് കൂടുതലാണുള്ളത്. അതേപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നത് ഓയിൽ റിഗിലാണ്. അപ്പം അതിന്റെ കുറെ ബുദ്ധിമുട്ടുകളും കുറെ ഇപ്പൊ സാധാരണ എന്ത് ജോലി അല്ല, അതുകൂടാതെ വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മള് 24 മണിക്കൂർ ഓൺ കോൾ ആണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പൊ എപ്പോ വേണമെങ്കിലും കോൾ വരാന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ പാതിരാത്രിക്കൊക്കെ കോൾ വരുമ്പോ നമുക്ക് പണിക്ക് പോകുന്നതുമ്പോ നമുക്ക് കൊണ്ട് പറ്റുമോ, അതെയോ നമ്മളെ സംബന്ധിച്ച് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണ് അത്? പട്ടാളച്ചിട്ടയിലുള്ള ജോലി പോലെ നമുക്ക് തോന്നുമോ? എനിക്ക് അങ്ങനെ പട്ടാളച്ചിട്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ആ ഒരു ലോഡ് അവര് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് റിഫ്യൂസ് ചെയ്യാനുള്ള അധികാരം നമുക്കുണ്ട്. പക്ഷെ ചില സമയത്ത് നമ്മൾ ഓൾറെഡി ഒരു ലോങ് അവർ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ലോങ് അവർ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ആരായാലും ടയർഡായിപ്പോവും. അപ്പം അങ്ങനത്തെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. ഓക്കെ. അപ്പം ഈ ലോങ് അവർ വർക്ക്, ഓൺ കോള്, ടെറൈന്, ഇതെല്ലാം നമ്മളെ സംബന്ധിച്ച് ഒരുപാട് മാനസിക സംഘർഷം ഉണ്ടാക്കുന്നതാണ്. അപ്പൊ നമ്മൾ 14 ദിവസം കഴിഞ്ഞതിന് ശേഷം 6 ദിവസം അവധി കൊണ്ട് നമ്മൾ മെന്റലി റിലാക്സ്ഡ് ആകുമോ? തുടക്കത്തിൽ നമുക്കൊരു ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ട് തോന്നും. ഒരു 15 ദിവസം അല്ലെങ്കിൽ 14 ദിവസം കണ്ടിന്യൂസ് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 6 ദിവസം അവധി എടുക്കുമ്പോൾ നമുക്ക് ആദ്യം ഒരു ബുദ്ധിമുട്ട് തോന്നും. പക്ഷെ അത് കഴിഞ്ഞ് നമുക്കൊരു 6 ദിവസം അവധി ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ പ്ലാൻ ചെയ്യാൻ പറ്റും. നമുക്ക് വേറെ ട്രാവൽ ചെയ്യണമെങ്കിൽ ട്രാവൽ ചെയ്യാം. നമുക്ക് അങ്ങനെ കുറെ ടൈം നമുക്ക് അങ്ങനെ ഒരു സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ഗുണം ഞാൻ കണ്ടിട്ടുണ്ട്. അതേസമയം ലോങ് ഹോളിൽ നമുക്ക് അങ്ങനെ ഒരു 6 ദിവസം അടുപ്പിച്ച് അവധി ഒരിക്കലും കിട്ടിയല്ല. നമുക്ക് ഓടുന്ന മൈൽസിനാണ്
നമുക്ക് സാലറി കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു 6 ദിവസം അടുപ്പിച്ച് ലീവ് എടുത്ത് പിന്നെ ഒരു കണ്ടിന്യൂസ് വർക്കിംഗ് പറ്റിയല്ല. അപ്പൊ അങ്ങനെ ഒരു വെച്ച് ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഇത് അഡാപ്റ്റ് ആയി പോവുകയാണെങ്കിൽ ഇതൊരു നല്ലൊരു സ്കെഡ്യൂൾ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഹൈവേ ആകുമ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാം, ഒരുപാട് കാലാവസ്ഥ കാണാം, ഒരുപാട് പ്രദേശം കാണാം, പല പല മനുഷ്യരെ കാണാം, ഇതെല്ലാം കാണാം. ഓയിൽ ഫീൽഡിലാകുമ്പോൾ ഈ കുന്നും മലയും മാത്രമല്ലേ കാണത്തുള്ളൂ. ഒരു എസ്തെറ്റിക്സ് പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ ജോസേട്ടന് ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടിരിക്കുന്നത്? എനിക്ക് കൂടുതലും വൺ ഡ്രൈവിങ്ങിനോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് എനിക്ക് കൂടുതൽ പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുന്നതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഇപ്പൊ അതേസമയം ഓയിൽ ഫീൽഡിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഡ്രൈവ് ടൈം വരുന്നില്ല. എല്ലാം അടുത്തടുത്ത പ്രദേശങ്ങളായിരിക്കും. മാക്സിമം ഒരു 4 അല്ല 5 മണിക്കൂർ ഡ്രൈവിംഗ് ആയിരിക്കും. പിന്നെ നമ്മൾ റിഗിലാണ് വർക്ക് ചെയ്യുന്നത്. അതേസമയം ലോങ് ഹോൾ പോകുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ്ലി 11 അല്ലെ 12 മണിക്കൂർ ഡ്രൈവിംഗ് ആയിരിക്കും. അപ്പൊ നമ്മൾ പല പല സംസ്ഥാനങ്ങൾ, പ്രൊവിൻസുകളാണ് കാണുന്നത്. അപ്പം ഡ്രൈവിംഗ് ഇഷ്ടമുള്ളവർക്ക് സ്വാഭാവികമായിട്ട് ലോങ് ഹോളാണ് ഞാൻ പ്രിഫർ. ഹൈവേയിലാകുമ്പോൾ ഒരു മാസം ഒരു എത്ര കിലോമീറ്റർ വണ്ടി ഓടിക്കണം? ഏകദേശം നമുക്കൊരു 15,000 to 20,000 കിലോമീറ്റർ അടുത്ത് ഓടിക്കേണ്ടി വരും. 20,000 കിലോമീറ്റർ അല്ലേ? ഓയിൽ ഫീൽഡിലാണെങ്കിലോ? ഇപ്പൊ ലോങ് ഹോൾ ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ആവറേജ് പറയുവാണെങ്കിൽ 15 to 20 ദിവസം നമ്മൾ ഹൈവേയിലായിരിക്കും. മാക്സിമം ഒരു 25 ദിവസം. അങ്ങനെ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഏകദേശം ഒരു 15,000 ബിറ്റ്വീൻ 50,000 to 25,000 കിലോമീറ്റേഴ്സ്. 25,000 കിലോമീറ്ററോ? അതിന്റെ ഒരു ഇടയ്ക്ക് ആവറേജ് വരും. അതേപോലെ തന്നെ ഓയിൽ ഫീൽഡിലാണെങ്കിൽ ഏകദേശം ഒരു 2,000 അല്ലെ 3,000 മാക്സിമം കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്യുന്നുള്ളൂ. ട്രക്ക് നമ്മൾ കൂടുതൽ റിഗിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പം ഡ്രൈവിംഗ് ടൈം കുറവായിരിക്കും. ഓക്കെ. ജോസേട്ടാ, ഓയിൽ ഫീൽഡിൽ വന്നപ്പോൾ ഒരു തുടക്കക്കാരൻ എന്ന രീതിയിൽ ബാക്കിയുള്ളവരുടെ അപ്രോച്ച് എങ്ങനെയായിരുന്നു? ഞാൻ വർക്ക് ചെയ്ത കമ്പനി നല്ല കമ്പനിയായിരുന്നു. അപ്പം ഇപ്പൊ എന്ത് സംശയം ഉണ്ടേ പോലും നമുക്ക് ആൾക്കാരോട് ചോദിച്ചാൽ അവര് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരികയും ചെയ്യും. ഇപ്പൊ ഇൻ കേസ് നമുക്കൊരു കാര്യം ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ അവരെ അത്രയും അത് ചെയ്യണം എന്ന് അവർ പ്രോത്സാഹിക്കുകയില്ല. അതേപോലെ തന്നെ അവര് അതെങ്ങനെ ഈസി ആയിട്ട് വർക്ക് ചെയ്ത് നമുക്ക് കാണിച്ചു തരികയും ചെയ്യും. ഓക്കെ. ഈ ഓയിൽ ഫീൽഡിൽ പണിയെടുക്കുമ്പോൾ നമുക്ക് ട്രെയിലർ റിപ്പയർ ചെയ്യാൻ, ട്രക്ക് റിപ്പയർ ചെയ്യാൻ, മെയിൻ്റെനൻസ് ചെയ്യാൻ, ടൂൾസ് യൂസ് ചെയ്യാൻ ഒരുപാട് സ്കിൽസ് നമ്മൾ അച്ചീവ് ചെയ്യും. ഈ ലെവൽ ഓഫ് സ്കിൽസ് ഹൈവേയിൽ യൂസ്ഫുൾ ആണോ? നമുക്ക് ഒരു ലോങ് ഹോളിൽ ഓടുന്ന ട്രക്ക് നമുക്കൊരു കാരണവശാലും, നമുക്ക് ലൈസൻസ് ഉള്ള ആൾക്കാർക്കല്ലാതെ നമുക്കൊരു കാരണവശാലും നമുക്ക് ട്രക്കിൽ തൊടാൻ സാധിക്കുകയില്ല. ഇപ്പൊ ഇൻ കേസ് ഇപ്പൊ ടയർ പൊട്ടുവാണെങ്കിലും അതുപോലെ തന്നെ എഞ്ചിനോ എന്തേലും ഒരു ബോൾട്ട് പോവുകയോ അങ്ങനെ എന്തേലും വരുവാണെങ്കിൽ നമുക്ക് ഒരു ആസ് എ ഡ്രൈവർ നമുക്ക് അതിനകത്ത് തൊടാൻ പറ്റില്ല. അതിൻ്റെതായ ലൈസൻസ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. പക്ഷെ ഓയിൽ ഫീൽഡിൽ നമുക്ക് വ്യത്യാസമുണ്ട്. നമുക്ക് ട്രക്കിന്റെ അത്യാവശ്യം ഇപ്പം എഞ്ചിൻ ഓയിൽ മാറ്റുന്നത്, ഫിൽട്ടർ മാറ്റുന്നത്, അതേപോലത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അതേപോലെ ട്രെയിലറിന്റെ പണികൾ ഇതെല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ ഒരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഇൻ കേസ് ലോങ് ഹോൾ പോകുമ്പോൾ ട്രക്കിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ന കാരണം കൊണ്ടാണെന്നുള്ള ഒരു ചെറിയൊരു ബോധ്യം നമുക്കുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു ഗുണം ഓയിൽ ഫീൽഡിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ഈ മേഖലയിലേക്ക് വരണമെന്ന് താല്പര്യമുള്ളവർക്ക് ഈ ഓയിൽ ഫീൽഡ് ഡ്രൈവിംഗ് റെക്കമെൻഡ് ചെയ്യുമോ? ഞാൻ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യും. കാരണം ഇപ്പം നമുക്ക് ഓയിൽ ഫീൽഡ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ, പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ ഏത് കാലാവസ്ഥയിലും അതികഠിനമായ തണുപ്പിലും ചൂടിലും മഴയത്തും എല്ലാം വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഓയിൽ ഫീൽഡ് വർക്ക് ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല. അതേപോലെ തന്നെ ഇതിന്റെ പേ അത്യാവശ്യം നല്ലൊരു പേ ആണ്. അതുപോലെ തന്നെ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ ആൾക്കാർക്ക് കാശ് ഉണ്ടാക്കണമെങ്കിൽ, അതേപോലെ തന്നെ എന്തെങ്കിലും കടങ്ങളോ അങ്ങനെ അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ വീടിനൊരു ഡൗൺ പേയ്മെന്റ് ഇടാൻ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് കൂടുതൽ കാശ് ഓയിൽ ഫീൽഡിൽ നമുക്ക് കിട്ടാൻ സാധിക്കും. അതേപോലെ തന്നെ ലോങ് റണ്ണിൽ ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതിന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം ഉണ്ട്. അപ്പം ഒരു ഷോർട്ട് റണ്ണ് തൽക്കാലത്തേക്ക് കുറച്ച് കാശ് കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഓയിൽ ഫീൽഡ് പുതിയ വരുന്ന ആൾക്കാർക്കെല്ലാം റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്.